വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ജ്വല്ലറി ഹോളുമായിട്ട് ഞാൻ വരുന്നത്. കാരണം കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നു ലാസ്റ്റായിട്ടൊരു മീഷോ ജ്വല്ലറി ഹാൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും വിഷു എത്താറായി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു അടിപൊളി ജ്വല്ലറി ഹാൾ നിങ്ങളെ കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം കുറച്ച് വിഷുവിനിടാനായിട്ട് ഞാൻ കുറച്ച് നല്ല കളക്ഷൻസ്, കാരണം അന്ന് കാണിച്ചതല്ല, അതിൽ നിന്നും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിൽ വരുന്ന കുറച്ച് സെറ്റുകളാണ് കേട്ടോ. ഇയറിങ്സും നെക്ലസും കൂടി വരുന്ന ഒരു സെറ്റായിട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങനെ 6 സെറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം, കാരണം കൂടുതൽ സംസാരിക്കാൻ ഒന്നും സമയമില്ല. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. അതായത് ഫുള്ളായിട്ട് ഞാൻ ഇട്ടിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു ചോക്കർ സെറ്റാണ് കേട്ടോ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഈ ഒരു വൈറ്റ് കുഞ്ഞ് പേളൊക്കെ വെച്ചിട്ട് റെഡ് സ്റ്റോണിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചോക്കറാണ്. അപ്പോൾ ഇയറിങ്സ് ഇതല്ല ഇതിൻ്റെ ഇയറിങ്സ് വരുന്നത്. ഇങ്ങനെ 2 കുട്ടി ഇയറിങ്സ് ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് ഞാൻ അടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് സൈഡിൽ ഞാൻ ഇട്ടിട്ടുള്ളതും കാണാം. എല്ലാം ഈ വീഡിയോയിൽ ഊരി മാറ്റിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇയറിങ്സ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞ് ഇയറിങ്സ് ആണ്. അതിലും വൈറ്റ് പേളും റെഡും തന്നെയാണ് തീമായിട്ട് വരുന്നത്. റെഡ് സ്റ്റോൺ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ചോക്കർ സെറ്റും ഇതുമാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് ഞാനിവിടെ താഴെ കാണിക്കാം, കാരണം പ്രൈസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. 200 സംതിങ്ങിന് 200-നുള്ളിൽ താഴെ വന്നാലേ ഉള്ളൂ, അതിൽ കൂടുതൽ പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് ചോക്കർ സെറ്റ് വന്നിട്ട്. രണ്ടാമത്തെ സെറ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് വീണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമായൊരു സെറ്റാണ് കേട്ടോ. അത് എനിക്ക് ചോക്കർ ഇടുന്നതും ഇഷ്ടമാണ്, അല്ലാത്ത നോർമൽ ഇതും ഇഷ്ടമാണ്. അങ്ങനെ ഈ കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഒരു ഗണപതി എന്താ പറയുക, ഒരു ഇത് വരുന്നൊരു ഗണപതിയാണോ സരസ്വതിയാണോ, സോറി കേട്ടോ, സരസ്വതി ഇത് വരുന്നൊരു സെറ്റാണേ. ഇതിൽ റെഡും വരുന്നുണ്ട്, ഗ്രീൻ സ്റ്റോണും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു സെറ്റ് സാരിയിൽ റെഡ് ഗ്രീൻ, ഇപ്പോൾ എന്ത് സാരിയിലായാലും നല്ല മാച്ചാണ്. ഇപ്പോൾ ഏതായാലും നമുക്ക് നല്ല മാച്ചായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു ചോക്കർ വരുന്നത്. ഇതിൻ്റെ ഇയറിങ്സ് ആണ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജിമിക്ക. സത്യം പറയാമല്ലോ, ഈ ജിമിക്കയുടെ ക്വാളിറ്റി, ആ ജിമിക്കയ്ക്ക് തന്നെ നമ്മൾ പുറത്ത് പോയി മേടിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം. അങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജിമിക്കയാണ്. റെഡ് സ്റ്റോണാണ് അതിൽ വരുന്നത്. മാത്രമല്ല താഴെ റെഡും ഗ്രീനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ 2 വരുന്നത്, ഈ ഒരു ജിമിക്കയും ഈ ഒരു ചോക്കറും കൂടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ താഴെ കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതിൽ ഏതാ ഇഷ്ടപ്പെടുന്നതെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെറ്റ് കാണാം. അടുത്തത് ഇപ്പോൾ ഞാൻ 2 ഹെവി ചോക്കർ സെറ്റാണ് കേട്ടോ കാണിച്ചത്. ഹെവി ആണെന്ന് ചിലർക്ക് ഇതിനേക്കാൾ ഹെവി ആയിരിക്കും ഇഷ്ടം, എന്നാലും ചിലർക്ക് ഭയങ്കര സിമ്പിളായിട്ടിരിക്കണം എന്നുള്ള, ചിലർക്ക് അതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് സിമ്പിളായിട്ടുള്ള ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് എന്താ പറയുക വൈറ്റ് പേള് വന്നിട്ട് എന്താ പറയുക ഗ്രീൻ സ്റ്റോണും റെഡ് സ്റ്റോണും വന്നിട്ട് കുട്ടി ഒരു എന്താ പറയുക ഒരു നെക്ക് പീസ് അങ്ങനെ പറയാം സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇയറിങ്സ് വന്നിട്ട് അതും വളരെ ചെറുതാണ്. ചിലർക്ക് ഭയങ്കര സിമ്പിളായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇടുന്നവർക്ക് ഇതാണ് ഇതിൻ്റെ ആ ഒരു ഇയറിങ്സ് വരുന്നത്. ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ട്, ഗ്രീനും വൈറ്റും സ്റ്റോൺ വെച്ചിട്ട് കുഞ്ഞ് ഇയറിങ്സ്. ജിംകാസ് ഒന്നും ഇടാൻ ഇഷ്ടമല്ല, ഭയങ്കര ക്യൂട്ടായിട്ട് ചെറുതായിട്ട് നൈസായിട്ട് ഇരിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഭയങ്കര സിമ്പിളായിരിക്കും ഈ ഒരു സെറ്റ് കേട്ടോ. ഇത് ഭയങ്കര പ്രൈസ് എന്താ പറയുക 100 സംതിങ് ആണ് കേട്ടോ വരുന്നത്. എനിക്ക് ഓർമ്മയില്ല, പ്രൈസ് ഞാൻ കൊടുക്കാം. ആ ഒരു പ്രൈസിന് എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചോക്കർ സെറ്റാണേ. എല്ലാം ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, കാരണം വീഡിയോ വെറുതെ നമ്മൾ ലാഗ് അടുപ്പിക്കേണ്ട, നിങ്ങളെ കാണിക്കാൻ വന്ന സാധനം നിങ്ങൾ എന്താണോ കാണാൻ വന്നത് നിങ്ങൾക്ക് കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ വിഷു ഒക്കെ എത്താറായി, അതിന് മുന്നേ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. അപ്പോൾ മീഷോ ഒക്കെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഡെലിവറിയും ചെയ്യും. അപ്പോൾ അടുത്ത വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ചോക്കർ സെറ്റ്. ഇതും റെഡ് സ്റ്റോണും വൈറ്റ് സ്റ്റോണുമാണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് വലിയ ഡൗട്ടാണെങ്കിൽ. ഓക്കെ,
നല്ല ഭംഗിയുണ്ടല്ലേ. ഫുൾ വൈറ്റ് പേളാണ് വരുന്നത്. അത് ഇതിന് പ്രത്യേക ഒരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വരുന്നത് സ്റ്റഡാണ്. ഇതാ ഇതേ ഒരു ചുട്ടി വരുന്നൊരു സ്റ്റഡാണ്. ഇതാണ് ഇതിൻ്റെ ഇയറിങ്സ് ആയിട്ട് വരുന്നത്. ഇതും അറൗണ്ട് 100 or 200 സംതിങ് ആണ് വരുന്നത്. പക്ഷെ ആ ഒരു പ്രൈസിൻ്റെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ കടയിൽ പോയിട്ട് ഈ ഒരു പ്രൈസിന് എനിക്ക് തോന്നുന്നില്ല എല്ലാം കിട്ടുമെന്ന്. കാരണം ഞാൻ കടയിൽ പോയി അത്യാവശ്യത്തിന് ഒരു ചോക്കർ സെറ്റ് വേണം എന്നാണെങ്കിൽ നമ്മൾ കടയിൽ പോയി നോക്കുമ്പം പലതും ഭയങ്കര സിമ്പിളായിട്ടുള്ളതിന് അത്രയും വിലയായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, അതാണ് ഞാനിപ്പോൾ കൂടുതലും ഓൺലൈനിൽ ചെയ്യുന്നത് കേട്ടോ. കാരണം മെയിനായിട്ട് ഈ ഒരു പ്രൈസിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത വന്നിട്ട് എന്താ പറയുക, ഒരു മാലയാണേ. ഇതിൻ്റെ കൂടെ ഇയറിങ്സ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് ആ മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഫുള്ളൊരു വൈറ്റ് പേളിൽ ഇങ്ങനത്തെ ഒരു മാല, കുറേ അടുക്കടുക്കടുക്ക്. നമുക്ക് ഇത് കണ്ടാൽ തോന്നും ചിലപ്പോൾ ഗോൾഡ് ആണെന്നൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു രീതിയിൽ ഗോൾഡൻ ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ മാല. നല്ല അതായത് ചോക്കർ ഇഷ്ടമല്ല, ഇങ്ങനെ ലെങ്തായിട്ട് കിടക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അതായത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഭയങ്കര എത്രയുണ്ട്, ഒരു 3, 6, 9, 10 എങ്ങാണ്ട് ഉണ്ട് കേട്ടോ. 4, 5, 6, 7, 8, 9, 10 അടുക്ക് വരുന്നതാ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാല. ഇത് 100 സംതിങ് ആണ് വരുന്നത്. മാല മാത്രമേ ഉള്ളൂ, കാരണം ഇയറിങ്സ് ഇതിൻ്റെ കൂടെ ഇല്ല. എന്നാലും ഈ മാലയുടെ ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. നല്ല മാല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് ഏതിൻ്റെ കൂടെ ആണെങ്കിലും സെറ്റായാലും ഗോൾഡൻ എന്താ പറയുക, ഇപ്പോൾ പട്ട് സിൽക്ക് സാരി അതൊക്കെ ഉടുക്കുമ്പോൾ നല്ല മാച്ചിങ് ആയിരിക്കും. അപ്പോൾ ഭയങ്കര എലഗൻ ലുക്ക് തരും ഇതൊക്കെ ഇടുമ്പോൾ കേട്ടോ. അപ്പോൾ അതാണ് ഒരു മാല. ഇനി ഫൈനൽ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ, പെട്ടെന്ന് തീർന്നു, കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി ഒരു സെറ്റും കൂടെ ഉള്ളൂ. കുറച്ചുകൂടിയൊക്കെ കാണിച്ച് തരണം എന്നുണ്ടായിരുന്നു, എനിക്ക് അതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലത് കാണിച്ചു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ വൈറ്റ് മുത്തും പിന്നെ കുറച്ച് റെഡ് സ്റ്റോൺ അങ്ങനെ വന്നിട്ട് നല്ല കുട്ടി ചോക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വലിയ ലെങ്തി മാലയായിട്ടൊന്നും വേണമെങ്കിൽ നമുക്ക് ഇടാം. പിന്നെന്താ സിമ്പിൾ ചോക്കർ എന്നൊക്കെ പറയില്ലേ, ക്യൂട്ടായിട്ടുള്ള ചോക്കർ. ഇതിൻ്റെ കമ്മൽ വന്നിട്ട് ഇയറിങ്സ് വന്നിട്ട് കുറച്ച് നല്ല ഇയറിങ്സ് ആട്ടോ, നല്ല ജിംക്കി അല്ല. ഇതേ ഇതിൽ വരുന്ന കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇയറിങ്സ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. കണ്ടോ, 3 തട്ടിൽ വരുന്നുണ്ട്. തട്ടിൽ വരുന്ന ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സ്, അതിൻ്റെ കൂടെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ചോക്കർ. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 200 സംതിങ്, 200-നുള്ളിൽ വരുന്നത്. എന്തായാലും മാക്സിമം 300 കേട്ടോ, അതിൽ കൂടുതൽ പോകത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സെറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഒരു 6 ഗോൾഡൻ സെറ്റുകൾ കാണിച്ചു തന്നു. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്നാലും ഇതല്ലാതെ ഗോൾഡൻ ഇഷ്ടമില്ലാത്തവർക്ക്, ചിലർക്ക് സിൽവർ ആയിരിക്കും ഇഷ്ടം, അങ്ങനെയുള്ളവർക്ക് ഞാൻ 1-2 സിൽവർ സെറ്റ് കൂടെ കാണിച്ചു തരാവേ. എൻ്റെ ഒരു ഇതിന് വേണ്ടി എടുത്തതാ. സിൽവറും എനിക്കിഷ്ടമാണ്. ഇതൊരു എന്താ പറയുക, കോംബോയിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ചോക്കർ സെറ്റാണ്. ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്ന, നമുക്കിത് സെറ്റ് സാരിയേക്കാളും മറ്റ് സാരികളില്ലേ, കോട്ടൺ, മൽമൽ അങ്ങനെയുള്ള സാരികളൊക്കെ യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്താ പറയുക മൊഡാൽ സിൽക്ക് അങ്ങനെയുള്ള സാരികൾക്ക് ഭയങ്കര സ്യൂട്ടായിട്ടുള്ള ഒരു ചോക്കറാണ്. സിൽവറിൽ വന്നിട്ട് അതിൻ്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടി ഇയറിങ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇയറിങ്സ് വന്നിട്ട്. ഇത് ഇട്ടിട്ട് വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് സംഭവം. ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതൊരു കോംബോയാണ്, അതായത് 2 നെക്ലസും ഇതുമാണ് വരുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു നെക്ലസ്സാണ് ഇത്. ഇച്ചിരി വലുതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കാരണം ഞാൻ ഒത്തിരി പേരുടെ കഴുത്തിൽ കണ്ടിട്ടുണ്ട്, ചിലർ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊരു അടിപൊളി ഒരു സംഭവം. ഇത് ഞാൻ ഒത്തിരി പേരുടെ സാരിയുടെയൊക്കെ ഇതിടുന്നില്ലേ, അവരൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിന്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, നല്ല ഡിസൈനും. ഇങ്ങനെയുള്ളത് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നതാ. കാണിച്ചു തരാം ഞാൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്.
ഇങ്ങനെയുള്ള ഇതും എനിക്ക് തോന്നുന്നു സിൽവർ കൂടുതലും ചേരുന്നത് സെറ്റ് സാരിയേക്കാളും മറ്റുള്ള കോട്ടൺ സാരികൾക്കൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി 100 or 200 അതിന് ഉള്ളിലേ വരുന്നുള്ളൂ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റാണേ. അതായത് ഒരു കുട്ടി മാലയും ഒരു റിങ്ങും രണ്ടല്ല സോറി ഒരു ഇയറിങ്ങുമാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൽ വരുന്ന മാല, കണ്ടോ? ഇതാണ് സിമ്പിളായിട്ടുള്ള മാല, സിമ്പിളായിട്ടുള്ളൊരു മാല. അതിൻ്റെ തന്നെ ഒരു റിങ്, അതേ സെയിം മോഡലിൽ വരുന്ന 2 ഇയറിങ്സ്. ഇതൊരു സിമ്പിൾ സെറ്റാണ്. സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് സിമ്പിളായിട്ടുള്ളൊരു സെറ്റ് 100 something rupees വരുന്ന ഒരു സിമ്പിൾ സെറ്റ്. അപ്പോൾ 2 സിൽവർ സെറ്റും കൂടി കാണിച്ചു തന്നു. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ബോണസ് ആയിട്ടൊരു സംഭവം കാണിച്ചു തരാം. ഇത് ബോണസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എൻ്റെ ഒരു 4 ഇയറിങ്സ് കോംബോയാണേ. ഇതെല്ലാം ഇട്ട് വീഡിയോ ഞാൻ എപ്പോൾ കാണിക്കുന്നൊന്നും അറിയില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം 4 ഇയറിംഗ് സെറ്റ് ഇത് ഞാൻ ഇതിലൂടെ കാണിച്ച് തന്നേ ഉള്ളൂ. കാരണം ഞാൻ ഷോർട്സിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ലിങ്കൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ലിങ്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോൾ ലിങ്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇതാ ഇങ്ങനൊരു ഇയറിങ്സ്, രണ്ടാമത്തതും ഇതാ ഇങ്ങനത്തെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു ഇയറിങ്സ്, മൂന്നാമത്തെ ഭയങ്കര ബ്ലാക്ക് സ്റ്റോണും ഭയങ്കര ഒരു ജിമിക്കൊക്കെ വരുന്ന ഹെവി. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കാണിക്കാം, കാരണം ഇപ്പോൾ ഇടാനുള്ള സമയമില്ല, തീരെയില്ല. അപ്പോൾ അടുത്തത് ഒരു മൾട്ടി കളറിൽ വരുന്ന ഇങ്ങനെയുള്ള സിൽവർ ഇയറിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ 100 എത്ര ആണെന്ന് തോന്നുന്നു 4 ഇയറിങ്സ് കിട്ടും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 ഇയറിങ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോണസായിട്ട് ഞാൻ കാണിച്ചതാണ്. എല്ലാത്തിൻ്റെ ലിങ്ക് ഉണ്ട്. ഞാൻ ഇതെല്ലാം ഒരുമിച്ച് മേടിച്ചുകൊണ്ട് കാണിച്ചു തന്നതാണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി ഹോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്, ഇതിൽ ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തിൻ്റെ ഹോൾ വീഡിയോ ആണ് കാണേണ്ടത്, എല്ലാം കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് ഞാൻ എല്ലാം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞ എല്ലാ ഹോളും ഏകദേശം ഞാൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒത്തിരി ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോയും കുർത്തി ഹോൾ വീഡിയോയും ഒക്കെ വരുന്നുണ്ട്, ബേബി ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മിസ്സാവാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ.